നമസ്കാരം. ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് അവസാനം 8ന്റെ പണിയൊക്കെ വാങ്ങിച്ച് അവസാനം വലിയ തോതിൽ മാലദ്വീപിനെ ബഹിഷ്കരിക്കാനുള്ള ഇന്ത്യ നടത്തിയ ശ്രമം വിജയിച്ചിരുന്നു. പക്ഷെ വലിയ രീതിയിൽ ഏക്കില്ല എന്ന് വിചാരിച്ച മാലദ്വീപിന് അവസാനം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. മാലദ്വീപ് അവസാനം ഇന്ത്യക്ക് കത്തുകളൊക്കെ അയച്ചെങ്കിലും ഇന്ത്യ മൈൻഡ് പോലും ചെയ്തില്ല. അവസാനം അവിടുത്തെ 2 മന്ത്രിമാരെ പുറത്താക്കി മാലദ്വീപ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും വിജയിച്ചില്ല. അവസാനം ഇന്ത്യയിലേക്ക് വന്ന് വിദേശകാര്യമന്ത്രിയായ ജയശങ്കറുമായി ചർച്ച നടത്തി ഇന്ത്യയുടെ UPI സംവിധാനമൊക്കെ മാലദ്വീപിൽ ഉപയോഗിച്ചോളാം എന്നൊക്കെ പറഞ്ഞാണ് അവസാനം ചെറിയ തോതിലെങ്കിലും പ്രശ്നത്തിനൊരു അവസാനം സൃഷ്ടിച്ചത്. നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാന വാർത്ത, കടം തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ ഇളവുകളിൽ ഇന്ത്യക്ക് നന്ദി അറിയിച്ച് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പ്രവർത്തിക്കുമെന്ന് മുഹമ്മദ് മൊയ്സു വ്യക്തമാക്കുന്നുണ്ട്. മാലദ്വീപിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് മൊയ്സു ഇന്ത്യക്ക് നന്ദി അറിയിച്ചത്. മാലദ്വീപിന്റെ വിദേശ നയം ഏറെ മികച്ചതാണെന്നും മൊയ്സു വ്യക്തമാക്കി. ഇന്ത്യക്കും ചൈനയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് മൊയ്സുവിന്റെ ആമുഖ പ്രസംഗം തുടങ്ങിയത്. മാലദ്വീപിന്റെ കടബാധ്യതകൾ തീർപ്പാക്കുന്നതിൽ നൽകിയ ഇളവുകൾ രാജ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണെന്നും സാമ്പത്തിക പരമാധികാരം നിലനിർത്താൻ ഈ നീക്കങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും കൂടുതൽ സഹായകരമാകുമെന്നും മൊയ്സി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള യാത്ര വലിയ തോതിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാലദ്വീപിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ഭാഗം ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നിരിക്കെയാണ് ഇത്തരമൊരു തിരിച്ചടി നേരിട്ടത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യം സന്ദർശനത്തിന് എത്തുന്നവരുടെ എണ്ണം കുറവാണ് മാലദ്വീപിൽ രേഖപ്പെടുത്തിയത്. ഇന്ത്യ മാലദ്വീപിനെ ബഹിഷ്കരിച്ചതോടുകൂടി കൂടുതൽ ആളുകൾ മാലദ്വീപ് ഉപേക്ഷിച്ച് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. അതോടുകൂടിയാണ് മാലദ്വീപിന്റെ വരുമാനം തന്നെ കുത്തിനെ ഇടിയൊക്കെ ഉണ്ടായി. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തന്നെ ബോയ്ക്കോട്ട് മാലദ്വീപ് എന്ന ഒരു ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഒരു ടാഗ് ലൈനോട് കൂടി വന്നു. അങ്ങനെയാണ് മാലദ്വീപിനെ ഒരു പാഠം പഠിപ്പിച്ചത്. അവസാനം മാലദ്വീപ് വലിയ തോതിൽ കാല് പിടിച്ചിട്ട്, അതായത് ഇന്ത്യയിൽ വന്ന് നരേന്ദ്രമോദിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അതായത് മന്ത്രിയുടെയൊക്കെ അതായത് ജയശങ്കറിനെയൊക്കെ കൈയും കാലും പിടിച്ചിട്ടാണ് ഇപ്പോൾ മാലദ്വീപിന് കുറച്ചെങ്കിലും ഇളവ് വരുത്തി തന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.